ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ക്യാബേജ് വടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിലർ ഇതിനെ ക്യാബേജ് പക്കോട, ക്യാബേജ് ബജി എന്നൊക്കെ പറയാറുണ്ട്. ഞാനിതിനെ ക്യാബേജ് വട എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ സംഭവം നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കണം അതേപോലെ തന്നെയാണ് കേട്ടോ. ഉള്ളിവടയിൽ ഉള്ളി വെച്ചിട്ട് ചെയ്യുന്നു, ക്യാബേജ് വട ഉണ്ടാക്കാൻ നമ്മൾ ക്യാബേജ് വെച്ചിട്ട് ചെയ്യുന്നു. അത്രയും മാറ്റം വരുത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്യാബേജ് വട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം കപ്പളവ് പറയുകയാണെങ്കിൽ ഒരു 2 കപ്പോളം വരും, അത്രയും ക്യാബേജ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ക്യാബേജ് ഒന്ന് കുഴച്ചെടുക്കേണ്ട മാവ് റെഡിയാക്കണം. അപ്പോൾ ഉള്ളിവടയിൽ നമ്മൾ ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ആദ്യം മാവൊക്കെ വെച്ചിട്ട് ഒരു തിക്ക് പേസ്റ്റ് റെഡിയാക്കാണ്. അതിന് ശേഷമാണ് ഒക്കെ കൂടി മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് മാവ് റെഡിയാക്കി എടുക്കുക, വേണമെങ്കിൽ പിന്നെയും പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. കോൺഫ്ലോർ എന്തായാലും ഇടണം കേട്ടോ, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ക്യാബേജ് വട കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അപ്പം ഞാനിവിടെ 2.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റെഡ് കളർ കിട്ടും. അപ്പോൾ ഞാനിവിടെ സാധാരണ മുളക് പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം കസൂരി മേത്തി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കസൂരി മേത്തി ഇടുന്ന സമയത്ത് കൈകൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും അതിൻ്റെ നല്ലൊരു ഫ്ലേവർ എല്ലാ ഭാഗത്തും കിട്ടുക കേട്ടോ. അപ്പോൾ കസൂരി മേത്തി ഇടുന്ന സമയത്ത് കൂടാൻ വേണ്ടി പാടില്ല, കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കുത്തൽ ഫീൽ ചെയ്യും. മാക്സിമം ഒരു 3/4 ടീസ്പൂൺ മാത്രമേ ഇടാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ടാലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്നെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിവട ചെയ്യുന്ന സമയത്ത് ഉള്ളിയിൽ ആദ്യം ഉപ്പിട്ട് വെക്കല്ലേ ചെയ്യൽ. ഉപ്പിട്ടിട്ട് കുറച്ച് സമയം അടച്ചു വെക്കും. അപ്പോൾ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഉള്ളിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ബാക്കി പൊടികളൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കലല്ലേ. അപ്പോൾ ഞാൻ ക്യാബേജ് വട ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് നോക്കി, സംഭവം വർക്കൗട്ട് ആകുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തിക്ക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒക്കെ കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. ഇതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കുക. മൊത്തത്തിൽ നമുക്ക് കുഴച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള പേസ്റ്റാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ക്യാബേജ് വടയിലേക്ക് ഞാൻ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, ഒരു പേരിന് ചേർത്ത് കൊടുക്കുന്നതാണ്. അതുപോലെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, ഒരു 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതുണ്ട്, കുറച്ച് കറിവേപ്പില, അതുപോലെ കുറച്ച് ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചി എടുക്കുന്ന സമയത്ത് ചതച്ചിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഇനി ഈ ഉള്ളി, മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ക്യാബേജ് എല്ലാ സാധനങ്ങളും നമ്മൾ പൊടികൾ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്യാബേജ് ഇടുമ്പോൾ മൊത്തമായിട്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ, കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പാത്രം നിറച്ചും ക്യാബേജ് ഇട്ട് കഴിഞ്ഞാൽ ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്യാബേജ് ഇട്ടിട്ട് മൊത്തത്തിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ക്യാബേജ് ഇടുന്ന സമയത്ത് ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ പൊടിയൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ പൊടി കൂടാൻ വേണ്ടി പാടില്ല. നമ്മൾ ഉള്ളിവടയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഉള്ളിവടയിലാകുമ്പോൾ ഉള്ളി ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, മാവ് അധികം ഉണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതിലും മാവ് അധികം ആവാൻ വേണ്ടി പാടില്ല കേട്ടോ. അപ്പോൾ മാവ് അധികം ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ക്യാബേജ് ആയിരിക്കണം കൂടുതൽ ഉണ്ടാവേണ്ടത്, അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്യാബേജ് വട കിട്ടുക. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അധികം മാവൊന്നും ഇല്ല, ക്യാബേജ് തന്നെയാണ് കേട്ടോ കൂടുതലുള്ളത്. അപ്പോൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകും. നമ്മൾ സാധാരണ ഉള്ളിവട ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ഉണ്ടയാക്കിയിട്ടൊന്നല്ല കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, കൈകൊണ്ടൊന്ന് പരത്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പരത്തിയിട്ട് ഇടുന്ന സമയത്ത് അധികം കട്ടി ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും.
അതുപോലെ ഇങ്ങനെ പരത്തി ഇടുന്ന സമയത്താണ് നമ്മളെ ക്യാബേജ് വട നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്യാബേജ് വടയായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ക്യാബേജൊക്കെ പെട്ടെന്ന് കുക്കാവുന്ന സാധനമാണല്ലോ. അപ്പോൾ നമ്മുടെ ക്യാബേജ് വട ഇവിടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. രണ്ട് സൈഡ് നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കാം. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള എണ്ണയൊക്കെ പൊയ്ക്കോളും. അപ്പോൾ ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു പാൻ എടുത്തിട്ടാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കണത്. അതുകൊണ്ട് തന്നെ എനിക്ക് 3 തവണ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബേജ് വട ഇവിടെ ഞാൻ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം എത്ര പാട് ക്യാബേജ് ഇട്ടിട്ടുണ്ടായിന്. ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ക്യാബേജ് വട കഴിക്കാം കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ ക്യാബേജ് വട കഴിക്കാൻ. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണ്. അപ്പോൾ നമുക്കിത് വെറുതെ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റും. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു വടയാണ്. ഞാൻ പച്ചമുളകൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എരിവുള്ള വടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ കുറക്കണമെങ്കിൽ കുറച്ചിട്ട് ചെയ്യുക. പച്ചമുളകിൻ്റെ എണ്ണം കുറക്കുക. ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പച്ചമുളകൊക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ക്യാബേജ് വട ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോൾ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്